അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലി വസഹാബി സയ്യിദിനാ മുഹമ്മദ്. അമ്മാ ബഅദു. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് ദീനാറും ദിർഹമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. 7 ദീനാറുകളാണ് 10 ദിർഹമുകൾ എന്ന് നമ്മൾ പറഞ്ഞു. മൂല്യത്തിൽ അല്ല. 7 ദീനാറ് കൊടുത്താൽ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ തന്നെ 10 ദിർഹമും വെള്ളി നാണയവും കൊടുത്താൽ കിട്ടും എന്ന്, നാണയങ്ങൾ തമ്മിൽ സമമാണ് മൂല്യത്തിൽ എന്നല്ല പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 7 സ്വർണ്ണ നാണയം കൊടുത്താൽ എന്തെല്ലാം കിട്ടുമോ അത്ര തന്നെ 10 വെള്ളി നാണയം കൊടുത്താൽ കിട്ടുമെന്നാണോ പറഞ്ഞത്? അല്ല. പിന്നെന്താണ് പറഞ്ഞത്? അവിടെ ഒരു വസനുണ്ടായിരുന്നു, 2 തരം വസനുകൾ ഉണ്ടായിരുന്നു. ദിർഹം എന്നൊരു വസനും ദീനാർ എന്ന ഒരു വസന്, മിസ്കാൽ എന്ന വസന്. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറഞ്ഞത് ഇന്നലെ. 7 ദീനാർ എന്നത് സമമാണ് 10 ദിർഹമിനോട് എന്നാണ് നമ്മൾ പറഞ്ഞത്. വസനാണ് പറഞ്ഞത്. അപ്പോൾ ഊരിദായിലൻ ഔറദായിലൻ നേരത്തെ നമ്മൾ പറഞ്ഞ ആളല്ലേ? അതെ, ബലാദുരി ഫുതുഹുൽ ബുൽദാനിൽ. ഔറദായിലൻ അൻ അബ്ദുല്ലാഹി ബിനി സഅലബത ബിൻ സുഐരിൻ. 15-ാം പേജിലാണ് വായിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഫുതുഹുൽ ബുൽദാനിൽ. ഖാല, അദ്ദേഹം പറഞ്ഞു അല്ലേ, കാനത്ത് ദനാനീറു ഹിറഖൽ തരിദു അലാ അഹ്ലി മക്കത്ത ഫിൽ ജാഹിലിയ്യതി വ തരിദു അലൈഹിം ദറാഹിമുൽ ഫുർസിൽ ബഗ്ലിയ്യതു. ദനാനീറു ഹിറക്കിൽ മക്കാരുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. ഹിറക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? ഹെറാക്ലിയസ് ചക്രവർത്തി, ഹിറക്കൽ ചക്രവർത്തി, റോമൻ ചക്രവർത്തി. അദ്ദേഹം അടിച്ചുണ്ടാക്കുന്ന ദീനാറുകൾ മക്കയിൽ വരാറുണ്ട് ജാഹിലിയ്യത്തിൽ. അതുപോലെ ദറാഹിമുൽ ഫുർസിൽ ബഗ്ലിയ്യത്തും വരാറുണ്ട്. ഫുർസ് എന്ന് പറഞ്ഞ പേർഷ്യക്കാർ, റോമക്കാർ, പേർഷ്യക്കാർ പഴയ കാര്യമായ ഭരണാധികാരികളാണ്. പിന്നെ ദിർഹം ബഗ്ലി, ദിർഹം തബരി, ഇങ്ങനെ പല അൻവാവുണ്ട് ദിർഹം. അപ്പോൾ ദറാഹിമുൽ ഫുർസിൽ ബഗ്ലിയത്ത് വരാറുണ്ട്, മക്കയിൽ മാർക്കറ്റുകളിൽ എത്താറുണ്ട്. ഹിറക്കലിൻ്റെ ദീനാറും എത്താറുണ്ട്. ഹിറക്കലിൻ്റെ ദീനാറാണ്, പേർഷ്യക്കാരൻ്റെ ദറാഹിമാണ് കേട്ടോ, അവരുടെ രണ്ടാണ്. ഫക്കാനു ലായത്തബായൂന ഇല്ലാ അലാ അന്നഹാ തിബുറുൻ. എന്നാലൊക്കെ ഇവർ കൈകാര്യം ചെയ്യൽ ഒരു തിബിറ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അത് വന്നാലും കൈകാര്യം ചെയ്യുക ഒരു കട്ടിപ്പൊന്ന് എന്നുള്ള, അല്ലെങ്കിൽ കട്ടിവെള്ളി എന്നുള്ള നിലക്ക കൈകാര്യം ചെയ്യും. ഇവരതും ഇവരെടുക്കലുണ്ടായിരുന്ന ദിർഹമും ദീനാറിൻ്റെയും വസന്, ഇവല മനസ്സിലൊരു വസനുണ്ട്, ഒരു സങ്കല്പമുണ്ട്. അതനുസരിച്ചാണ് പിന്നെ അവർക്ക് അറിയാവുന്ന മാറൂഫായ സങ്കല്പം തന്നെ, അങ്ങനെ അങ്ങ് ഇത് ഊഹിക്കുക എന്നല്ല, അങ്ങനെ ഒരു വസന് ഇവർക്കറിയാം. ആ വസന് വെച്ചാണ് ഇവരെന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. വകാനൽ മിസ്കാലു ഇൻദഹും മാറൂഫൽ വസനി. കണ്ടില്ലേ? വസ്നുഹു ഇസ്നാനി വഇശ്റൂന ഖിറാത്തൻ ഇല്ലാ കസറൻ. അത് 22 ഖിറാത്താണ്, സ്വല്പം കുറവ്. വസ്നുൽ അശറത്തി ദറാഹിമി സബഅത്തു മസാഖീല. 10 ദിർഹം എന്ന് പറഞ്ഞ 7 മിസ്കാലാണ് കേട്ടോ. അത് ഇന്നലെ ലാസ്റ്റ് പറഞ്ഞത് തന്നെയാണ്, ഇന്ന് പറഞ്ഞതും തന്നെയാണ്. വസ്നു അശറത്തി ദറാഹിമ എന്നാ നമ്മളാണെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ചില അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചില പിന്നെ ഈ എണ്ണങ്ങൾ പറയുന്നിടത്തെല്ലാം ചിലപ്പോൾ എന്താവും, ഒന്നിച്ചങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞതാ. വസ്നുൽ അശറത്തി ദറാഹിമീന ഇതിലുള്ളത്, അവലുള്ള ചിലപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. യദുല്ലു ഹാദാനിൻ നസ്സാനി. ഈ 2 നസ്സുകൾ അറിയിക്കുന്നുണ്ട്. ഇത് രണ്ടും വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി. അല അന്നൽ മിസ്കാല യുസാവി ദീനാറ. മിസ്കാൽ എന്ന് പറഞ്ഞാൽ ദീനാറിനോട് സമമാണെന്ന് മനസ്സിലായി. കാരണം അല്ലേ അന്ന കുല്ല മിൻഹുമാ യുസാവി അശറത്ത ദറാഹിം. രണ്ടും 10 ദിർഹമല്ലേ. ഇന്നലെ പറഞ്ഞ ഇബാറത്തിൻ്റെ ലാസ്റ്റ് എന്താ ഉള്ളത്? ഫകുല്ലു അശറത്തിൻ മിൻ ഔസാനി ദറാഹിമി സബഅത്തു ഔസാനി ദനാനീരീന. അപ്പോൾ 10 ദിർഹമിൻ്റെ വസനുകൾ 7 ദീനാറിൻ്റെ വസനുകളാകുന്നു എന്നാണ് ഇന്നലെ അവസാനിപ്പിച്ചത്. ഇന്നത്തെ ഇപ്പോൾ പാരഗ്രാഫിൽ എന്താ വായിച്ചത്? വസനുൽ അശറത്തി ദറാഹിമി സബഅത്തു മസാഖീല എന്നാണ്. ഇന്നലെ 10 ദിർഹം 7 ദീനാറാന്ന് പറഞ്ഞു. ഇന്ന് 10 ദിർഹം 7 മിസ്കാലാന്ന് പറഞ്ഞു. അപ്പോൾ 7 മിസ്കാൽ 7 ദീനാറ്, രണ്ടും 10 ദിർഹമാന്ന് പറഞ്ഞു. അപ്പോൾ മിസ്കാലും ദീനാറും ഒന്നായില്ലേ? ഫസ്തൻ തജ. അപ്പോൾ അതിൽ നതീജയായി കിട്ടി അന്നൽ മിസ്കാല ഹുവ വസ്നു ദീനാർ. മിസ്കാൽ എന്ന് പറഞ്ഞാൽ ദീനാറിൻ്റെ വസനാണ്. അല്ലദീ കാന മുതദാവലൻ ബൈനൽ അറബി ഫിൽ ജാഹിലിയ്യത്തി. ജാഹിലിയ്യത്തിൽ അവർ തനാവുൽ ചെയ്തിരുന്നതിൻ്റെ വസനാണിതെന്ന് കിട്ടി അശ്റു നബവിയിലും. വന്നൽ മിസ്കാല യുസാവി. അതെ, മിസ്കാലും ദീർഹമും തമ്മിലുള്ള ബന്ധവും കിട്ടുമല്ലോ. എന്താണ് മിസ്കാൽ എന്ന് പറഞ്ഞാൽ
എത്ര ദിർഹമാണെന്ന് ചോദ്യം വന്നാൽ നമ്മൾ എന്ത് പറയും? അതൊരു ദിർഹമും ഒരു ദിർഹമിൻ്റെ 7/3 ആണെന്ന് പറയും. അപ്പോൾ ഒരു ദിർഹമിൻ്റെ 7/3 കൂട്ടിയാലാണ് ഒരു മിസ്കാലിൻ്റെ വസനാവൽ. ഇനി തിരിച്ച് ഒരു ദിർഹം എത്ര മിസ്കാലാന്ന് ചോദിച്ചാൽ ഒരു മിസ്കാൽ ഏതായാലും തീർത്തുണ്ടാവില്ലല്ലോ, കാരണം അത് വലുതാന്ന് മനസ്സിലായില്ലേ നമുക്ക്. 7ഉം 10ഉം അല്ലേ ബന്ധം. അപ്പോൾ ഒരു ദീനാർ എത്രയാന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? ഒരു ദിർഹമും ഒരു ദിർഹമിൻ്റെ 7/3 കൂട്ടിയാലാണ് ഒരു ദീനാറിൻ്റെ വസനാവൽ. എന്നാൽ തിരിച്ച് ചോദ്യം, ഒരു ദിർഹം എത്ര മിസ്കാലാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒരു മിസ്കാൽ തികച്ചുണ്ടാവില്ല, ഒരു മിസ്കാലിൻ്റെ 7 ഉശ്റുകൾ ഉണ്ടാവും. വന്ന ദിർഹമ സബഅത്താശാരിൽ മിസ്കാൽ. ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 7 ഉശ്റുകളാണ്, മിസ്കാലിൻ്റെ 7 ഉശ്റുകളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. 7:10 എന്നുള്ള ബന്ധം പറഞ്ഞാൽ എങ്ങനെ വരിക? ഇത് നമുക്കറിയാൻ ആവശ്യമുണ്ട്. കാരണം നമുക്കിനി ഒന്നാണ് കിട്ടാൻ പോകുന്നത്. നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഒന്നിനെ കിട്ടിയാൽ മറ്റേതിനെ കിട്ടും. കാരണം ഇതിൻ്റെ ഈ ബന്ധം അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഒരു ദീനാറ് കിട്ടിയെന്ന് വിചാരിക്കും നിങ്ങൾ. അപ്പോൾ ദീനാറ് കിട്ടിയാൽ അതിൻ്റെ വസൻ നിങ്ങൾ തൂക്കിയിട്ട് നിങ്ങൾ ഡിജിറ്റലിട്ട് തൂക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 7 ഉശ്റുകൾ കിട്ടാൻ പ്രയാസമില്ല. ആ കിട്ടിയ വസനിനെ 10 കൊണ്ട് തിരിച്ചിട്ട് കൊണ്ട് ഗുണിച്ചാൽ പോരാ. അപ്പോൾ എന്ത് കിട്ടി നിങ്ങൾക്ക്? ദിർഹമിൻ്റെ. അപ്പോൾ ദിർഹം എത്ര വസനാന്ന് കിട്ടിയില്ല. കാരണം ഇവരെല്ലാം പറയല്ലേ 7 ദീനാർ എന്ന് പറഞ്ഞാൽ 10 ദിർഹമാണ്. അപ്പോൾ ഒരു ദിർഹം എത്രയാണ്? അത് ഒരു ദീനാറിൻ്റെ 7 ഉശ്റുകളാണ്. അപ്പോൾ ഒരു ദീനാർ എത്ര ദിർഹമാണ്? അതൊരു ദിർഹമും ഒരു ദിർഹമിൻ്റെ 3 സുബുകളുമാണ്. അപ്പോൾ ഒന്ന് കിട്ടിയാൽ മറ്റേത് കിട്ടാനായി. ഫൈദ അറഫ്ന വസന ഹദിഹിമ. അപ്പോൾ 2-1 വസൻ നമുക്ക് കിട്ടിയ ദീനാറോ ദിർഹമോ 2-1 വസൻ കിട്ടിയാൽ ബിനിലാമിൽ മിത്രി കൊണ്ട് ഇത്ര ഗ്രാമാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അറഫ്നൽ ആഖറ, മറ്റേത് നമുക്ക് കിട്ടും. ദീനാർ ഇട്ടിയ ദിർഹം കിട്ടും, ദിർഹം ഇട്ടിയ ദീനാർ കിട്ടുമെന്നായി. മാത്രമല്ല വകുല്ലമുല്ലാഫാത്തിഹിമ അജ്സാഇഹിമ, അതിൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് കിട്ടേണ്ടതെല്ലാം കിട്ടും. അങ്ങോട്ട് ഗുണിച്ചു കൊടുത്താൽ പോരെ. അജ്സാഇഹിമ, ഹരിച്ച് കിട്ടേണ്ട ചെറിയ അളവുകൾ ഹരിച്ച് കിട്ടും, വലിയ അളവുകൾ ഗുണിച്ചിട്ട് ഇരട്ടിയാക്കിയാലും കിട്ടും. മാത്രവുമല്ല വസനുകൾ മാത്രം മേലോട്ടും താഴോട്ടും കിട്ടുമെന്ന് മാത്രമല്ല ഒന്ന് കിട്ടിയാലുള്ള കാര്യം. വഅൻവാഅൽ മക്കായിലി, അതും നമ്മൾ അറിയും. മിക്കിയാലുകളുടെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഫൈന്നമ ആലഹ ഇലൽ ഔസാൻ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ലേ മക്കായിലിൻ്റെ അവസ്ഥ. അതറിയണമെങ്കിൽ എന്ത് വേണം? വസൻ അറിയണമെന്ന്. ഇപ്പോൾ വസൻ അറിഞ്ഞാൽ നമുക്ക് കയ്യിൽ കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലൊന്ന് കിട്ടിയാൽ കയ്യിലുകളടക്കം നമുക്ക് കിട്ടും. കമഖദ്ദംന വതിൽക്കദ്ദനാനീറു, ഈ ദിനാറുകൾ കാനത്തരിദുഹും മിൻ ബിലാദിർ റൂമാനിൽ ബീസന്തിയീന, ബീസന്തികളാകുന്ന റോമക്കാരുടെ നാടുകളിൽ നിന്നും ഇവർക്ക് വന്നിരുന്നു. അത് ബീസന്തികൾ എന്ന് പറഞ്ഞാൽ റോമക്കാർ 2 ഫിർഖത്തുണ്ട്, അതിലൊരു ഫിർഖത്താണ് റോമൻ ബീസന്തികൾ. വഹിയ വല്ലത്തി ലറബഹൽ ഖലീഫത്തു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അലാ മിൻവാലിഹ. ഈ ദനാനീറുകൾ വല്ലത്തി ലറബഹൽ ഖലീഫത്ത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അലാ മിൻവാലിഹ, ഇതേ രൂപത്തിൽ അദ്ദേഹം അടിച്ച ദിനാറുകളും ലാ തസാലു തുഹ്ഫദു ഫീ മതാഹിഫിൽ ആലം, ലോക മ്യൂസിയങ്ങളിൽ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. വഖദ് ഖദ്ദറഹൽ ഖായിമൂന അലൈഹ വസജ്ജല മഖാദിറഹൽ ബാഹിസൂന, അതിൻ്റെ കൈകാര്യകർത്താക്കൾ അതിനെ കണക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ മിഖ്ദാറുകൾ റിസർച്ച് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെയൊക്കെ പോയി കണ്ടെടുത്ത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ. ഉദാഹരണം ദക്കറ ദുക്തൂർ മുഹമ്മദ് നജ്മുദ്ദീനുൽ ഖുർദി ഫി കിതാബിഹി അൽ മഖാദിറു ശർഇയ്യ വൽ അഹ്കാമുൽ ഫിഖ്ഹിയ്യത്തുൽ മുതഅല്ലിഖത്തു ബിഹ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്. കൊട്ടേഷൻ വദ്ദനാനീറുല്ലത്തി കാന യജ്രി തആമുലു ബിഹാ ഫിൽ ജസീറത്തിൽ അറബിയ്യത്തി വബിഹാസ മക്കത്ത വൽ മദീനത്തി, ജസീറത്തുൽ അറബിയയിൽ അറേബ്യൻ ഉപദ്വീപിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് മക്ക മദീനയിൽ തആമുൽ നടന്നിരുന്ന ദീനാറുകളാകുന്നത് 2 എണ്ണമാണ്. ഒന്ന് അദ്ദനാനീറു അദ്ദീനാറുൽ ഹിറക്ലി അറൂമി, ഹെറാക്ലിയസിൻ്റെ ഹിർക്കൽ രാജാവിൻ്റെ ദീനാർ റോമൻ. വഖദ് ഇഷ്തഹറ ഇൻദൽ അറബി വ ബഅദി മുഅർരിഖീഹിം ബിസ്മി അൽ ഹർഖല, അവരൊരിക്കൽ പ്രസിദ്ധമാണ് ഹർഖല, ഹിറക്കൽ അടിച്ചത് കൊണ്ട് അതിന് ഹർഖല എന്ന് പേരുണ്ട്. വകാന മിൻ നജ്വദി ദഹബ്, അത് എ ക്ലാസ് നല്ല പ്യൂരിറ്റിയുള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ശക്ലുഹു ഹസനും, നല്ല രൂപത്തിലുള്ളതാണ്. വസ്നുഹു 4 ഗ്രാം, അതിൻ്റെ ഭാരം 4.25 ഗ്രാമായിരുന്നു. മ്യൂസിയങ്ങളിൽ അതൊക്കെ മഹ്ഫൂളാണ്. അപ്പോൾ ഒന്ന് കിട്ടിയാൽ മറ്റേത് നമുക്ക് കിട്ടും, ഇന്ന് കിട്ടിയാൽ മറ്റേത് കിട്ടും.
ഇതിൻ്റെ ഉഷറെടുത്തിട്ട് നമ്മൾ ഏകൊണ്ടം ഗുണിക്കൂന്നർത്ഥോ അല്ലേ? ആ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ബന്ധം മനസ്സിലാക്കിയല്ലോ. അദ്ദീനാറുൽ കിസ്റവി, ദീനാർ കിസ്റവിയായിരുന്നു രണ്ടാമത്തത്. അദ്ദീനാറുൽ കിസ്റവി, ഒന്ന് റോമൻ ചക്രവർത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്ന ദീനാറാണ് മക്കാർ കൈകാര്യം ചെയ്ത്. മറ്റൊന്ന് ദീനാർ കിസ്റവിയാണ്. ദാരിക്ക് എന്ന് പറയുന്നതിന് അയ്യൽ ഫാരിസി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കിസ്റവി, കിസ്റ എന്ന പേർഷ്യൻ ചക്രവർത്തിയാണല്ലോ. ദീനാർ റൂമി, അത് ദീനാർ റൂമിൻ്റെ നേരെ ഇരട്ടിയാണ്. ദീനാർ റൂമി അതീക്കി എന്ന് പറയുന്ന ദീനാറിൻ്റെ നേരെ ഇരട്ടിയാണത്. വഹുവ ദീനാറുൽ ഉർഫി, ദീനാർ എന്ന് ഉർഫിൽ പറയുന്നത് അതായിരുന്നു അന്ന്. വവസ്നുഹു സമാനിയത്തുൻ വനിസ്ഫുൻ മിനൽ ഗ്രാം, അത് പിന്നെ എത്രയായിരുന്നു? പിന്നെ 8.5 ഗ്രാമായിരുന്നു. അങ്ങനെയുമായിരുന്നു അന്ന് കൈകാര്യം ചെയ്തിരുന്നത്. വഫിൽ മൗഖിഇ റസ്മി ലിമർക്കസിൽ കുവൈത്ത് അൽ ആലമി, പിന്നെ ഔദ്യോഗിക സൈറ്റിലുണ്ട് ലിമർക്കസിൽ കുവൈത്ത് അൽ ആലമി അത്തഖസ്സുസി ലിദ്റാസാത്ത് വൽ ഇസ്തിഷാറാത്ത് ലിൽ മസ്കൂക്കാത്ത് വൻ നുഖൂദ് അൽ ഇസ്ലാമിയ്യ വൽ ബിസന്തിയ്യ വസാസാനിയ്യ. ഒരു പ്രസ്ഥാനം, ഒരു സംഘടനയാണ്, ഒരു അസോസിയേഷനാണ്. അതിൻ്റെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. മർക്കസുൽ കുവൈത്ത് അൽ ആലമി, വേൾഡ് കുവൈത്ത് സെൻറ്റർ അല്ലേ, അത്തഖസ്സുസി, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററാണത്. ലിദ്റാസാത്തി വൽ ഇസ്തിഷാറാത്ത്, പിന്നെ കൺസൾട്ടിങ്ങിന് വേണ്ടിയും റിസർച്ചിന് വേണ്ടിയും പഠനത്തിന് വേണ്ടിയുള്ള ഒരു സെൻറ്റർ. എന്തിനെക്കുറിച്ചുള്ള പഠനവും റിസർച്ചൊക്കെ? ലിൽ മസ്കൂക്കാത്ത്, മുദ്രണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നാണയങ്ങളെക്കുറിച്ചും. ഇസ്ലാമിക് നാണയങ്ങൾ, റോമൻ നാണയങ്ങൾ, പേർഷ്യൻ നാണയങ്ങൾ. ബിസന്തിയ എന്ന് പറഞ്ഞാൽ റോമനാണ്, സസാനിയ എന്ന് പറഞ്ഞാൽ പേർഷ്യനാണ് ഉദ്ദേശിക്കുന്നത്. അല ഷബക്കത്തി, നെറ്റിൽ അവരുടെ സൈറ്റിലുണ്ട്. അൽ മൗഖിഉ അല ഷബക്ക എന്ന് പറയുക, ഇൻ്റർനെറ്റ്, ഔദ്യോഗിക ഇൻ്റർനെറ്റ് സൈറ്റിലുണ്ട്. ആ സൈറ്റിൻ്റെ പേരാണ് കൊടുത്തത്, alhusainimani.com. അതാരാണ് നടത്തുന്നത്? തഹ്ത ഇദാറത്തി ദുക്തൂർ അബൂ സാലിം മുഹമ്മദ് ബിൻ ഹുസൈനി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. ആ സൈറ്റിലുണ്ട് എന്തുണ്ട്? ബയാനാത്തു അദദിൻ മിനൻ നുഖൂദി അൽ ഇസ്ലാമിയ്യ വൽ ബിസന്തിയ്യ വസ്സാസാനിയ്യ, എണ്ണങ്ങളുടെ ഒരുപാട്, ബയാനാത്തു അദദിൻ മിനൻ നുഖൂദ്, ഒരുപാട് ഇസ്ലാമിക്, റോമൻ, പേർഷ്യൻ നാണയങ്ങളുടെ വിവരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ. വിവരണങ്ങൾ മാത്രം എഴുതി കൊടുത്തതല്ല, വസുവറുഹ, പിക്ചർ സഹിതമുണ്ട്. വസുജ്ജില ഫി മവാസഫാത്തി അക്സരി ദനാനീരി ഫീഹ, അവകളിലുള്ള ഒരുപാട് ദീനാറുകളുടെ, അധിക ദീനാറുകളുടെയും ഭാരമുള്ളത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 60 ഗ്രാമാത്ത് വറുബു ഗ്രാം എന്നാണ് അയാൾ കൊടുത്തത്. 60 ഗ്രാമാത്ത് വറുബു ഗ്രാം എന്നുള്ള സൈറ്റിലുള്ള ഇതൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഇതിൻ്റെയൊക്കെ വസന് കൊടുത്തിടത്ത് ഇത്ര നീളമാണ്, ഇത്ര വീതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇത്ര ഗ്രാമാണ് എന്ന് പറഞ്ഞപ്പോൾ അക്സറിൻ്റെയും ഗ്രാം 4.25 വജാഫി ജരീദത്തുൽ അറബിയ്യ ഫി 8 നവംബർ 2009 ഖബറുൻ യുഫീദു വസ്ന ദീനാരിൻ ളുരിബ സനത 77 ഹിജ്രിയ്യ. അൽ അറബിയ പത്രത്തിൽ 2009 നവംബർ 9 വന്ന ഒരു വാർത്തയുണ്ട്. ഹിജ്റ 77 അടിക്കപ്പെട്ട ദീനാറിൻ്റെ വസ്ന് ആ വാർത്തയിൽ നിന്ന് കിട്ടും. വനസ്സുഹു, ആ വാർത്ത ഇങ്ങനെയായിരുന്നു: അക്കദൽ ഹാബിൽ കുവൈറ്റി ലിജംഇൽ ഉംലാത്തിൻ നഖദിയ്യത്തിൽ ഇസ്ലാമിയ്യത്തിൽ ഖദീമ, പഴയ ഇസ്ലാമിക് നാണയങ്ങളുടെ ശേഖരണത്തിന് വേണ്ടിയുള്ള കുവൈത്തുകാരൻ, ഹോബിക്കാരൻ, ഹിവായ എന്നുള്ളതെന്ന് പിടിച്ചതാണ് ഹാവി. ഹിവായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിവായ എന്ന് പറഞ്ഞാൽ ഹോബീന്നാണ്. അത് ചിലർക്ക് നാണയ ശേഖരണം ഹോബിയാണ്, സ്റ്റാമ്പ് ശേഖരണം ഹോബിയാണ്. അതുപോലെ നാണയ ശേഖരണം ഹോബിയായിട്ടുള്ള അദ്ദേഹം ഊന്നി പറയുന്നു, മുഹമ്മദുൽ ഹുസൈനി നേരത്തെ പറഞ്ഞ ആളാണ്, അന്നഹുസ്തഅല മദാരി സനവാത്തിൻ, ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് സാധിച്ചു, അൻ യളുമ്മ ഇലാ മജ്മുഅത്തിഹി നാദിറ, അദ്ദേഹത്തിൻ്റെ അപൂർവ ശേഖരത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു. ഔവല ദീനാറിനെ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു. പുതിയ ദീനാർ അദ്ദേഹത്തിന് കിട്ടി. ഔവല ദീനാരിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ പ്രഥമമായി അടിച്ച ദീനാറും അദ്ദേഹത്തിന് ശേഖരണത്തിലേക്ക് കിട്ടിയത്ര. അത് എവിടെ? വല്ലദീന്ന്, അത് ഇപ്പം പുതിയൊരു പ്രയോഗത്തിൽ വല്ലദീ എന്ന് പറഞ്ഞാൽ അത് സിഫത്താണ്. അവല ദീനാരിൻ ഫിൽ ഇസ്ലാം വല്ലദീ യുഹഫദു ഹാലിയൻ ഫി മുത്ഹഫിൻ നഖദ് ഫിൽ ബഹ്റൈൻ, ബഹ്റൈനിലെ മുത്ഹഫുൻ നഖദിൽ സൂക്ഷിച്ചിരിക്കുന്ന അത് അദ്ദേഹത്തിന് കിട്ടി. അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ അയാൾക്ക് സാധിച്ചു. അപ്പോൾ അത് കേക്കിലാക്കിയാണ്. വവ്വല ദിർഹമിൻ ഫിൽ ഇസ്ലാം വല്ലദീ യുഹഫദു ഹാലിയൻ ഫി മുത്ഹഫിൻ ബി ഖത്തർ, ഒന്നാമത്തെ ദീനാറും കിട്ടി അയാൾക്ക്, ഫസ്റ്റായിട്ട് അടിച്ച
ദിർഹമിൻ്റെയും ഒരു കോപ്പി ആൾക്ക് കിട്ടി. എല്ലാം മുത്തഹഫാർ കൊടുത്തോളന്നില്ല, ഒരു കോപ്പി ആൾ വലിയ വില കൊടുത്ത് വാങ്ങിയതായിരിക്കും. വഅവ്വല ഫിൽസിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഒന്നാമത്തെ വെള്ളിയും സ്വർണവും അല്ലാത്ത പിന്നെ നുഹാസ് കൊണ്ടൊക്കെ ചെമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള ഫിൽസ് എന്ന് പറയാം, അതും ഇയാൾക്ക് ആദ്യമായി പ്രഥമമായി ഇസ്ലാമിൽ അടിച്ചുണ്ടാക്കിയ ഫിൽസും ഇയാൾക്ക് കിട്ടി. വൗലഹ അന്നൽ ഉംലത്തൽ ഇസ്ലാമിയ്യത ബിഅൻവാഇഹ, ഈ ഇസ്ലാമിക് നാണയങ്ങൾ എല്ലാ ഇനങ്ങളോടുകൂടെയും, അതായത് ദീനാർ ദിർഹം ഫിൽസ് ഏതുമാവട്ടെ, എല്ലാം ഉസ്ദിറത്ത് ഫി അഹദിൽ ഖലീഫത്തുൽ ഉമവി, ഒന്നാമത്തത് കൊണ്ട് ഉദ്ദേശിച്ചത് മൂന്നും ഉമവി ഖലീഫ അബ്ദുൽ മലിക് മർവാൻ്റെ കാലത്ത് 77 അടിച്ചതാണ്. വളുരിബ, അത് അടിക്കപ്പെട്ടിരിക്കുന്നു. തമ്മ തസ്നീഉഹു, അത് ഉണ്ടാക്കിയത്. ഔവല ദീനാരിൻ ഇസ്ലാമിയ്യിൻ ഫി മദീനത്തി ദിമഷ്ഖ്, ആദ്യമായി അടിച്ചത് സിറിയൻ പട്ടണമായ ഡമസ്കസ് പട്ടണത്തിലാണ്. വഹുവ ബിവസ്നിൻ യബ്ലുഗു 4 ഗ്രാം മിൻ അദ്ദഹബി സ്വാഫി ഇയാർ 24, 24 ക്യാരറ്റ് ക്ലിയർ സ്വർണം കൊണ്ടുണ്ടാക്കിയതായിരുന്നു അത്. അപ്പോൾ 4.25 ഗ്രാമാണെന്നാണ് ഈ വാർത്തയിൽ. നമ്മൾ വിഷയം ഇപ്പോൾ അതാണ്, ബാക്കിയൊന്നും നോക്കണ്ടേ, 4.25 ഗ്രാമാണെന്ന് മനസ്സിലായി. വസജ്ജല ഹാദൽ വസ്ന നഫ്സഹ് അബ്ദുൽ ഖദീം സല്ലൂം ഫി കിതാബിഹി അൽ അംവാലു ഫി ദൗലത്തിൽ ഖിലാഫ എന്ന് പറഞ്ഞ കിതാബിലും അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ട്. ഗ്രന്ഥകാരൻ അംവാലിനെ കുറിച്ച് മാത്രം ഉണ്ടാക്കിയ പുസ്തകമാണ്, അതിൽ റിസർച്ചറാണ്. 203-204 പേജിൽ ഇതേ വസനാണ് അയാളും രേഖപ്പെടുത്തിയത്. വഫി മുജസി ദാഇറത്തുൽ മആരിഫിൽ ഇസ്ലാമിയ്യ, ദായിറത്തുൽ മആരിഫ് എന്ന് പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ എന്നാണല്ലോ. ദായിറത്തുൽ മആരിഫുൽ ഇസ്ലാമിയ്യയുടെ മുജസ്, അതിൻ്റെ സംക്ഷിപ്തമായ വലിയ കിതാബൊക്കെ നമ്മൾ സംഗ്രഹിച്ച് ചെറിയ കിതാബ് ഉണ്ടാക്കാറുണ്ടല്ലോ, മുഖ്തസർ ഉണ്ടാക്കാറുണ്ടല്ലോ, അങ്ങനെയുള്ള മൂജസു ദായിറത്തിലുണ്ട്. എന്തുണ്ട്? വഅറഫൽ അറബു ഹാദിഹിൽ ഉംലത്ത ദഹബിയ്യത റുമാനിയ്യത. നിങ്ങൾ ഒരു വട്ടം കേട്ടിട്ടില്ലെങ്കിൽ 2 വട്ടം കേട്ടാൽ മതി. നമ്മൾ ഒന്നെ കുറേ നേരം ഇങ്ങനെ പറഞ്ഞിട്ട് സമയം കളയണ്ടല്ലോ. നിങ്ങൾ കേൾക്കുമ്പോൾ 2 വട്ടം കേട്ടാൽ കിതാബ് നമുക്ക് വായിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ റമദാനിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാലോ. വഅറഫൽ അറബു ഹാദിഹിൽ ഉംലത്ത ദഹബിയ്യത റുമാനിയ്യത, അറബികൾ ഈ സ്വർണ്ണ നാണയം, റോമൻ സ്വർണ്ണ നാണയം അവർക്ക് നേരത്തെ പരിചയമുണ്ട്, ഇസ്ലാമിൻ്റെ മുമ്പ് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇസ്ലാമിൻ്റെ മുമ്പ് അവരതിനെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ആ ഉപയോഗിച്ച വർത്താനം നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടും. വിശുദ്ധ ഖുർആൻ ഇപ്പം നോമ്പായതുകൊണ്ട് എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടിയില്ല, പെട്ടെന്ന് തന്നെ കിട്ടും. സാധാരണ പോലെ അല്ല, കയ്യെത്തുന്ന ദൂരത്ത് തന്നെ എന്തുണ്ടാവും, മുസഫ് ഉണ്ടാവും എല്ലാവരുടെ കയ്യിൽ. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ ആയത്ത് കിട്ടും. ഏതാണ് ആയത്ത്? സൂറത്തു ആലു ഇമ്രാൻ. സൂറത്തു ആലു ഇമ്രാനിലെ എവിടെ നോക്കിയാൽ മതി, 68-ാമത്തെ ആയത്ത്. സൂറത്തു ആലു ഇമ്രാനിലെ 68-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. വെച്ചോണേ, ആലു ഇമ്രാൻ വരാത്ത ആലു ഇമ്രാൻ്റെ 68-ാമത്തെ ആയത്ത് ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന ഉലന്നാസ് അല്ലല്ല, അത് തെറ്റാ, നമ്മൾ ടിപ്പണി കൊടുത്തുക്കണം അവിടെ. റഖ്മുൽ ആയത്തി ഫിൽ മുസ്ഹഫിൽ ഉസ്മാനി 75. ആയത്തുൽ ഖുർആനിൽ 75-ാമത്തെ ആയത്താണ്. ഈ ഗ്രന്ഥകാരൻ ഏതോ ഒരു ആളാ, അയാൾക്ക് ഇത് അറിഞ്ഞൂടാ. 75-ാമത്തെ എവിടെ ഉണ്ട്, ആയത്തിലുണ്ട്. വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅമൻഹു ബിഖിൻതാരി യുഅദ്ദിഹി ഇലൈക് വമിൻഹും മൻ ഇൻ തഅമൻഹു ബിദീനാരിൻ ലാ യുഅദ്ദിഹി ഇലൈക് ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ എന്ന് പറഞ്ഞിടത്ത് ഇയാൾക്ക് ഓലിക്കിതറിയാമെന്നും അവർ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ കിട്ടുമെന്ന് അയാൾ എഴുതിയത്. അപ്പോൾ അത് 75-ാമത്തെ ആയത്താണ്, ഇയാൾ 68 തെറ്റിപ്പോയതായിരിക്കും. വഖദ് അജ്മഅൽ മുഹദ്ദിസൂന അലാ അന്ന അൽ ഇസ്ലാഹ് അല്ലദീ, പുതിയ പണ്ഡിതന്മാരൊക്കെ എഴുത്തുകാരൊക്കെ ഏകോപിച്ചിട്ടുണ്ട്. അലാ അന്നൽ ഇസ്ലാഹ് അല്ലദീ അദ്ഖലഹുൽ ഖലീഫ അബ്ദുൽ മലിക് അലൽ ഉംല സനത്തെ 77, അഥവാ AD 696 അബ്ദുൽ മലിക് ബിൻ മർവാൻ അതിൻ്റെ മുമ്പുള്ള ഹെറാക്ലിസും മറ്റത് അടിച്ചതിൽ നിന്നും ഇയാൾ സ്വന്തം ഇസ്ലാമിക് ആയിട്ട് അടിച്ചപ്പോൾ അദ്ദേഹം വരുത്തിയ പരിഷ്കരണങ്ങൾ ലം യമുസ്സ മിഅ്യാർ അൽ ഉംലത്തി ദഹബിയ്യ, ദഹബി ഉംലയുടെ മിഅ്യാറിനെ ബാധിച്ചിട്ടില്ല. വെയ്റ്റിൽ അതിൻ്റെ മാപിനിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നഖ്ശൊക്കെ ഒന്ന് മാറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നൊക്കെ മുദ്രണം ചെയ്ത് ഒരു പരിഷ്കരണമൊക്കെ അദ്ദേഹം ഇസ്ലാമിക് ആക്കി മാറ്റിയിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ മിഅ്യാറിൽ തൊട്ട് കളിച്ചിട്ടില്ല. അപ്പോൾ വെയ്റ്റ്
ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. വയുംകിനു അൻ നതസബ്ബത അലൽ ഫൗർ മിനൽ വസ്നിൽ മൽബൂത്തി ലിഹാദിഹിൽ അംല. ഇതിൻ്റെ ഈ നാണയത്തിൻ്റെ തസബ്ബത്ത മിൻഹു അല്ലേ, ഈ നാണയത്തിൻ്റെ കൃത്യമുള്ള വസ്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിയും. അത് കൃത്യമാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. എവിടെ നിന്ന് ഉറപ്പിക്കാൻ കഴിയൂ? ദിഖത്തിൽ മുത്താൻ. എന്തൊക്കെ തെറ്റിപ്പോയിക്കണോ, ഇയാൾ പരിഷ്കരണം വരുത്തിയപ്പോൾ ഇതൊക്കെ മാറിപ്പോയിക്കണോ എന്ന് വിചാരിക്കണ്ട. ഈ നാണയത്തിൻ്റെ മൽബൂത്തായ വസ്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റും. ദിഖത്തിൽ മുതനാഹിയത്തിൽ ലതി റൂഇയത് ഫീ ളർബി അഖ്ദമി ദനാനീർ അല്ലതി തനാവലഹ ഇസ്ലാഹ്. ഇസ്ലാഹ് തനാവുൽ ചെയ്ത ഈ പരിഷ്കരണം തനാവുൽ ചെയ്ത ഈ ആദ്യ ദിനാറുകളുണ്ടല്ലോ, അഖ്ദമു ദനാനീർ ഉണ്ടല്ലോ, അതടിക്കുന്ന സമയം പരിഷ്കരണം വരുത്താൻ വേണ്ടി ഒരിക്കലടിച്ച് പിന്നെ കോപ്പി അങ്ങനെ ഒരു ദൂരം അടിക്കാമല്ലോ. ആദ്യത്തെ ഒരു മൂശയിലിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ അല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഒന്നിങ്ങോട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ സെയിം ആസ് ദാറ്റ് ഇങ്ങനെ അടിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹം എവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ശ്രദ്ധയിൽ നിന്ന്, ദിഖത്തിൽ നിന്ന്, ദിഖത്തിൽ മുതനാഹിയത്തിൽ ലതി റൂഇയത് പരിഗണിക്കപ്പെട്ട ഫീ ളർബി അഖ്ദമി ദനാനീർ ലതി തനാവലഹൽ ഇസ്ലാഹ്, പരിഷ്കരണം ഉൾക്കൊണ്ട അഖ്ദമുദ്ദനാനീർ ആദ്യ കോപ്പി, ഫസ്റ്റ് കോപ്പി അഖ്ദമായത് അടിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പരിഗണിച്ച അങ്ങേയറ്റത്തെ സൂക്ഷ്മതയിൽ നിന്നും ഇതിൻ്റെ വെയിറ്റിൻ്റെ കൃത്യത നമുക്ക് പെട്ടെന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ ചടപടാന്ന് അടിച്ചതൊന്നുമല്ല, വളരെ കൃത്യതയോടെ അടിച്ചതാണ്. വമിൻ സമ്മ നജിദു അന്ന ദീനാറ യസിനു 4 മിനൽ ഗ്രാമാത്ത്. അതുകൊണ്ട് തന്നെ പഴയ ആൾക്കാർ അതേ വെയിറ്റ് തന്നെയാണ് ഇതിനുള്ളത്, 4.25 ഗ്രാം തന്നെയാണുള്ളത്. അത് 66 ഹബ്ബത്താണ്, പിന്നെ ഹബ്ബത്ത് ഷെയറാണ് ഇതിൻ്റെ വെയിറ്റ്. ഹബ്ബത്ത് കൊണ്ട് കണക്കാക്കുമ്പോൾ കിട്ടുക. وينطبق هذا انطباقا تاما على الوزن الفعلي. അതന്നെയല്ലേ ബിൽഫീൽ വസ്ന് താമായ ഇന്തിബാഖ് മുന്തബിഖാകുന്നുണ്ട്, വളരെ കൃത്യമായിട്ടത് മുന്തബിഖാണ്. ഇവിടെ ലിസ്സോലിദിയൂസ് അൽ ബൂസന്തി അല്ലദീ കാന മുആശിറൻ ലഹു ഫി സമൻ. സോളിഡസ് ബൂസന്തിയുടെ അന്നത്തെ പിന്നെ റോമൻ പിന്നെ ഹാദ ഇന്തിബാഖൻ താമൻ അലൽ വസ്നിൽ ഫിഅലി ലിസോലിദ്യൂസ് അൽ ബൂസന്തി. ബീസന്തികളുടെ അന്നത്തെ സ്വർണ്ണ നാണയമാണ് പറഞ്ഞത്, സോളിഡ്യൂസ് അൽ ബൂസന്തി എന്ന് പറഞ്ഞത്. ബൂസന്തി എന്നും ബീസന്തി എന്നെല്ലാം പറയും. ഈ ദായറത്തുൽ മാരിഫുകാരൻ എൻസൈക്ലോപീഡിയക്കാരൻ എഴുതിയത് ഇപ്പം വാവ് കൊണ്ടാണ്. അവരുടെ സോളിഡ്യൂസ് എന്ന് പറഞ്ഞ ആ സ്വർണ്ണ നാണയം ഉണ്ടല്ലോ, അതിൻ്റെ പിന്നെ വസ്നിനോട് കൃത്യമായി ഇത് ഒക്കുന്നുണ്ട്, മുന്തബിഖാകുന്നുണ്ട്. അത് കാന മുആശിറൻ ലഹു ഫി സമനി, ഇദ്ദേഹത്തോട് മുആശിറാണ് സമനിൽ. അബ്ദുൽ മലിക്കിൻ്റെ അടിച്ച ഈ നാണയത്തിനോട് മുആശിറാണത്. വല്ലദീ സക്കഹുൽ ബൂസന്തിയൂന, ബൂസന്തികൾ അടിച്ചതാണ് സോളിഡ്യൂസ്. അല അസാസി ദറാഹിമത്തിൽ അത്തീഖിയത്തിൽ മുതഅഖിറത്തിൽ ലത്തി കാനത്ത് തസിനു 4 റുബഅ എന്ന് ചെറിയ പോയിന്റ് 2.4 2.5 ചെറിയ വ്യത്യാസമുള്ളത്. അത്ര ഉള്ള ദറാഹിമ അത്തീഖ അൽ മുതഅഖിറ, പിൽക്കാലത്ത് അടിച്ച, നമ്മൾ നേരത്തെ ദറാഹിമ എന്ന് കഴിഞ്ഞു വെച്ചിട്ടുണ്ട്, ആ പിന്നെ നാണയം ഉണ്ടല്ലോ, അതിൻ്റെ ബേസിനോട് അതിൻ്റെ അസാസിലായി അടിച്ച ബീസന്തികൾ അടിച്ച ആ സോളിഡ്യൂസിനോട് കൃത്യമായി വസ്നിൽ ഒക്കുന്ന സാധനം തന്നെയാണ്. നമ്മളിപ്പോൾ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അബ്ദുൽ മലിക്ക് മാറ്റിയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ മുമ്പ് അടിക്കുന്ന അതേപോലെ തന്നെയാണ് അടിച്ചത്, 4.25 ഗ്രാം തന്നെയാണ്. വയുംകിനു നത്തഹഖഖു മിൻ ദാലിക ബിൽ ഇസ്തിആന ബിൽ മവാസീനിൽ മിസ്രിയ അസ്സുജാജിയ. മിസ്റിൽ ഇത്തരം തൂക്കങ്ങൾക്കും അതുപോലെ തന്നെ വെയിറ്റ് മെഷർമെൻറ്റിന് കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു തുലാസുണ്ട്. അതാണ് മീസാൻ മിസ്രി സുജാജി എന്ന് പറയുന്ന സാധനം, ഗ്ലാസ് മീസാൻ. അതിൻ്റെ സഹായത്തോടുകൂടെ നോക്കിയാൽ ഇത് ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് എഴുത്തുകാരൻ പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും സോളിഡ്യൂസ് ബൂസന്തിയും പിന്നെ അബ്ദുൽ മലിക്കിൻ്റെ ദീനാറും സെയിം ആണ്, വസ്ന് 4.25 എന്നർത്ഥം. വഫീഹി ഐവൻ മുജസു ദായിറത്തുൽ മാരിഫിലുണ്ട് പിന്നെയും. വഖദ് ഇഖ്തലഫൽ മുഅർരിഖൂന ഇഖ്തിലാഫൻ അദീമൻ, ചരിത്രകാരന്മാർ ബിൽ ഖിലാഫില ഫി തഹദീദി ദിർഹമിൽ ഖാനൂനി, ലീഗൽ ദിർഹമിൻ്റെ വസ്ന എത്രയാന്നുള്ളതിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, വലാക്കിന്നഹും അജ്മഉ അലാ അന്ന നിസ്ബത്ത വസ്നി ദിർഹം ഇലാ വസ്നി ദീനാർ മിസ്ഖാലി ഹിയ 7:10 ആണ്. വേറെക്കാരൻ പറയാണ് വലമ്മ കാനൽ മിസ്ഖാലു യദുല്ലു അലാ ഇദ്ദത്തി മആനിൻ, മിസ്ഖാലിന് പല മാനി ഉണ്ടായപ്പോൾ
ഫഇന്ന ഹാദിഹിൽ മുആദലത ലാ തസിഹു. ഈ ദിർഹം ഇങ്ങനെ 7:10 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്? മൂല്യത്തിൽ 7 കൊടുത്താൽ കിട്ടുന്ന സാധനമെല്ലാം 10 ദിർഹം കൊടുത്താൽ കിട്ടുമെന്നാണോ? അല്ല, അങ്ങനെയൊന്നുമല്ല. ഫഇന്ന ഹാദിഹിൽ മുആദലത ലാ തസിഹു ഇല്ലാ ഇദാ കാനൽ മിസ്ഖാലു യുസാവി അദ്ദീനാർ അൽ ഖാനൂനിയ. അപ്പോൾ മിസ്ഖാൽ എന്തായിരിക്കണം? ഖാനൂനിയായ ദീനാറിനോട് സമമായിരിക്കണം. ഐ അൽ മിസ്ഖാൽ അൽ മക്കിയ്യല്ലദീ യബ്ലുഗു വസ്നുഹു 4 മിനൽ ഗ്രാമാത്ത്. അങ്ങനെയാകണം എന്ന് മനസ്സിലായി. ദായിറത്തു മാരിഫാരൻ പറയുന്നത്. വനഖ്ലുസു മിൻ ഹാദാ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇലാ അന്ന, ഇതിലൂടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും, ഖുലൂസാകാൻ കഴിയും. ഇലാ അന്ന അഖറബ ഔസാനി ദിർഹം ഇലൽ ഇഹ്തിമാൽ ഹുവ 2.97 ആണ് മിനൽ ഗ്രാമാത്ത്. വഹാദൽ വസ്നു, നമ്മളതിൻ്റെ കൂടെ ഒരു 5 കൂടി കൂട്ടോട്ടാ, ഒന്നുകൂടി കൃത്യമാക്കൂ. 2.975 എന്ന് പറയും. വഹാദൽ വസ്നു യത്തഫിഖു അലാ ഖൈരി വജ്ഹിൻ മഅ സിക്കത്തിൽ ബാഖിയ. ഇത് വളരെ കൃത്യമായി അവശേഷിക്കുന്ന ഈ മുദ്രണങ്ങളോട് ഒത്തുവരുന്നുണ്ട്. വല്ലൗസാനി സുജാജിയ, മിസറിലെ നേരത്തെ പറഞ്ഞ മീസാൻ സുജാജി കൊണ്ട് തൂക്കിയിട്ടുള്ള വസ്നിനോട് ഒക്കുന്നുണ്ട്. കമാ യത്തഫിഖു മഅ ഔസാനി സിക്കത്തി അല്ലത്തി ദുരിബത്ത് ഫി അഹദിൽ മുഖ്തദിർ ബില്ലാഹി എന്ന് പറഞ്ഞ അബ്ബാസി രാജാവിൻ്റെ കാലത്തടിച്ചതിനോടും ഒക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ മർവാൻ, അബ്ദുൽ മലിക്കുവിന് മർവാൻ ഉമവിയാണ്, ഇത് അബ്ബാസിയാണ്. വക്കാശ, അതിൻ്റെ കാലയളവാണ് പറഞ്ഞത്. 295 ഹിജറ മുതൽ 320 കാലയളവിലാണ് മുഖ്തദിറിൻ്റെ കാലയളവ്. അയാളെ കാലയളവാണ് 908 to 932 പിന്നെ AD അയാളെ കാലയളവ്. അന്നടിച്ച ദീനാറിൻ്റെ വസ്നു ഇതുമായിട്ട് വെക്കുന്നുണ്ട്. വക്കശഫ അൻഹ റോഗേഴ്സ് ഫി അൽഫയ്യൂം. അൽഫയ്യൂം എന്ന് പറഞ്ഞ മിസ്റിലുള്ളൊരു പട്ടണമാണ്. അവിടെ അത് കണ്ടെത്തിയിട്ടുണ്ട്. പല സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ നാണയശേഖരം കണ്ടെത്തി എന്നെല്ലാം പറയില്ല, ഭൂമി എന്നെല്ലാം കുഴിക്കുമ്പോൾ. അങ്ങനെ റോഗേഴ്സ്, E.T. റോഗേഴ്സ് എന്ന് പറയുന്ന ചരിത്രകാരൻ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ അൽഫയ്യൂമിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതും ഇതുമായിട്ടും ഒക്കുന്നുണ്ട്. വളരെ കൃത്യമാണ്. എല്ലാം 4.25 ഗ്രാമായിരുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവിടെ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.